ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ എല്ലാ ഐറ്റത്തിനും 25% എബോവ് മാർക്കപ്പ് ചെയ്ത് വെക്കുകയാണ്. 25% റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 1/4 ആണ്. അതവിടെ ഇരിക്കട്ടെ. ദെൻ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറയുന്നത് റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം 2394 പേ ചെയ്യുന്നു, 2394 പേ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമേ നമ്മൾ കോസ്റ്റ് പ്രൈസ് എടുക്കുന്നു. അതിന് ഇയാൾ 25% എബോവ് മാർക്ക് ചെയ്യുന്നു. അതായത് 4 രൂപയുടെ ഐറ്റം 1 രൂപ കൂട്ടിയിട്ട് 5 രൂപയ്ക്ക് എബോവ് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതായിരിക്കും വരുന്നത്. പിന്നീട് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 10% എന്ന് പറയുമ്പോൾ 1/10 ആണ് ഫ്രാക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയുടെ ഐറ്റം 1 രൂപ കുറച്ചിട്ട് 9 രൂപക്ക് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻറ്റു വീണ്ടും ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് 5%. 5%ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/20 ആണ്. 1/20 ആണ്. 1/20 ആകുമ്പോൾ 20 രൂപയുടെ ഐറ്റം 1 രൂപ കുറച്ച് 19 രൂപ വിൽക്കുന്നു. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2394. ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 4. ഓക്കെ, സി പി എന്ന് പറയുന്നത് 2394 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 19. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് തമ്മിൽ കട്ട് ചെയ്തു. ഓക്കെ, 9218 9218 ബാക്കി പോയിട്ട് 59. 59 6 പ്രാവശ്യം 54, വീണ്ടും 54 6 പ്രാവശ്യം 19 വെച്ച് ക്യാൻസൽ ചെയ്ത് പോകുമായിരിക്കും. ഒരു പ്രാവശ്യം പോകും, ഒരു പ്രാവശ്യം പോയിട്ട് ബാക്കി പോയിട്ട് 76 വരും, 4 വരും. 16 ഇൻറ്റു 14, പിന്നെ ഇവിടെ 10 ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻറ്റു 10, 16 ഇൻറ്റു 14 ഇൻറ്റു 10, 224 പൂജ്യം. 224 പൂജ്യമായിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.